തൃശൂർ നാട്ടികയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ CPI-യിൽ വലിയ പൊട്ടിത്തെറി എന്ന വാർത്ത വരുന്നു. തന്നെ ഒഴിവാക്കി ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സിറ്റിംഗ് MLA CC മുകുന്ദൻ രംഗത്തെത്തി. CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ സാധ്യത എന്ന വാർത്തയാണ്. ശ്രീജിത്ത് ശ്രീകുമാർ ആ വാർത്തയോട് ചേരുന്നു. ശ്രീജിത്ത്, അത് ചെറിയ പ്രശ്നമല്ല. ചെറിയ പ്രശ്നമല്ല ഹാഷ്മി. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള അതൃപ്തികളുടെ ഒരു പുകച്ചില മേഖലയിൽ നിന്ന് വല്ലാത്ത തോതിൽ ഉണ്ടായിരുന്നു. മണ്ഡലം കമ്മിറ്റിയിൽ CC മുകുന്ദനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. CC മുകുന്ദൻ മണ്ഡലം നോക്കുന്നില്ല എന്ന തരത്തിലൊക്കെ ചില ആളുകളുടെ വിമർശനം ഒരു ഭാഗത്തുനിന്ന് വരുന്നു. ചേരി തിരിഞ്ഞ് CC മുകുന്ദന് വേണ്ടിയും വാദം നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ എക്സിക്യൂട്ടീവ് െതിരെ വിമർശനം വരുന്നു. ജില്ലയിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം, അതുകൊണ്ട് അത് നാട്ടികയിൽ പരിഗണിക്കണം, അത് ഗീതാഗോപിയെ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ കൃത്യമായ നിലപാടെടുക്കുകയായിരുന്നു. ഈ വിഷയത്തിലാണ് CC മുകുന്ദൻ ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള നീക്കമാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. എന്തായാലും CC മുകുന്ദനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി പരിഗണിച്ചില്ല. അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് പോലും പാർട്ടിക്കും അതുപോലെ തന്നെ മണ്ഡലത്തിനും വേണ്ടി വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ടയാളാണ് CC മുകുന്ദൻ. അതുകൊണ്ട് CC മുകുന്ദൻ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത്, ഒരു രക്തസാക്ഷിയാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും CC മുകുന്ദന്റെ ഒപ്പമുള്ള ആളുകളും അദ്ദേഹവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇനി ഈ സ്ഥാനാർത്ഥി പട്ടിക റിപ്പോർട്ട് ചെയ്യണം ജില്ലാ കൗൺസിലിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം VS സുനിൽകുമാറിനെ വെട്ടിനിരത്തി എന്ന തരത്തിലുള്ള ആക്ഷേപ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ CC മുകുന്ദന്റെ പേരും ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഗീതാഗോപി സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ വലിയ രോഷം CC മുകുന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് ഹാഷ്മി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ പിന്നെയും അത് പ്രശ്നം സങ്കീർണമാക്കും. സിറ്റിംഗ് MLA ആണ്, അപ്പോൾ സ്വാഭാവികമായും ആ പൊട്ടിത്തെറി അത് വലിയ രാഷ്ട്രീയ ചർച്ചയൊക്കെ ആവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ ഈ ടൈസൺ മാസ്റ്റർക്ക് ഇളവ് നൽകി പറവൂരിൽ മത്സരിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അതേസമയം തന്നെ ജയിച്ചേക്കുമെന്ന് കരുതുന്ന സുനിൽകുമാറിന് ഇളവ് നൽകില്ല എന്ന് തന്നെ പറഞ്ഞു. സുനിൽകുമാറിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ മൊത്തം ആ മേഖലയെ പ്രശ്നമായി മാറുകയാണ് ശ്രീത്ത്. തീർച്ചയായും അത് തൃശൂർ മണ്ഡലത്തിൽ അടക്കം ആ വിഷയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ MLA ബാലചന്ദ്രനെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇവിടെ ആലങ്കോട് ലീലാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു 99% ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി അല്പസമയം മുൻപ് നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹം നാളെ തൃശ്ശൂരിലേക്ക് എത്തുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് കേവലം തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുനിൽകുമാറിന് അതൃപ്തിയുണ്ട്. ഇത് കൂടാതെ CC മുകുന്ദൻ അത് തുറന്ന സംവാദത്തിലേക്ക് എത്തുന്നു, തുറന്ന പ്രതികരണത്തിലേക്ക് CC മുകുന്ദൻ എത്തുന്നുണ്ട്. ഇത് കൂടാതെയാണ് മറ്റു നേതാക്കൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങളും തൃശ്ശൂർ ജില്ലയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷത്ത് CPIM അവരുടെ സ്ഥാനാർത്ഥി ചർച്ച വളരെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് CPIക്ക് ഏറ്റവും സ്വാധീനമുള്ള ജില്ല കൂടിയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്നത്. എന്തായാലും CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അത് വിജയത്തെ പോലും ചിലപ്പോൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. CC മുകുന്ദനെ പോലൊരു നേതാവാണ് നാട്ടികയിൽ ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടുമായി രംഗത്ത് വരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും നേതൃത്വം ചർച്ച നടത്തുന്ന കാര്യം യാതൊരു തർക്കവുമില്ല. ഗീതാഗോപിയും ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഒരു അനുനയ നീക്കത്തിന് എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീത, ഇത് ജില്ലാ കൗൺസിലിലേക്ക് എത്തുമ്പോൾ അത് പുതിയൊരു തലവേദന. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള എന്ത് മാർഗമാണ് കയ്യിലുള്ളത്? മാത്രവുമല്ല, ഇപ്പോൾ CC മുകുന്ദനോ ഗീതാഗോപിയോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? CC മുകുന്ദൻ തന്നോട് കാണിച്ച നീതികേടാണെന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. എന്തായാലും ജില്ലാ നേതൃത്വം ഇത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CC മുകുന്ദനെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നേരിൽ കണ്ടേക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും വഴങ്ങാൻ തയ്യാറാകുന്നില്ല. കാരണം തന്നോട് കാണിച്ചൊരു നീതികേടാണ്. ചില ആളുകൾക്ക് ഇളവ് നൽകുന്നു, ചില ആളുകൾക്ക് ഇളവ് നൽകുന്നില്ല. ടൈസൺ മാസ്റ്ററെ കൃത്യമായി പറവൂരിൽ മത്സരിപ്പിക്കാനൊരു നീക്കം നടത്തുന്നു. ആ സമയത്താണ് CC മുകുന്ദൻ ആ മേഖലയിലെ ജനകീയ MLA എന്ന തരത്തിൽ. അല്ല, ഞാൻ പറയുന്നത് സീറ്റ് എല്ലാ കാലവും ഒരാൾക്ക് തന്നെ സീറ്റ് കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ CC മുകുന്ദൻ അവിടുത്തെ ജനകീയനായ നേതാവാണ്. ഈ പറയുന്ന രീതിയിൽ ഒരുപാട് അഴിമതി കഥകളൊക്കെ കേട്ട കാലത്തും അഴിമതി കറ തീണ്ടാത്തൊരു മനുഷ്യനാണ്. സ്വന്തമായി ഇടയ്ക്ക് CC മുകുന്ദൻ വീട് പരിക്കേൽക്കുമ്പോഴത്തേക്കൊക്കെ ആ വീടിൻ്റെ അവസ്ഥയൊക്കെ, ജപ്തി ഭീഷണിയിലെത്തി വീടിൻ്റെ അവസ്ഥയൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. അന്ന് യൂസഫ് അലിയുടെ സഹായമൊക്കെ പോയത്, MA യൂസഫ് അലിയുടെ സഹായമൊക്കെ അന്നൊക്കെ വാർത്തയായതാണല്ലോ അത്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ടൈസൺ മാസ്റ്ററെ അവിടെ കൈപ്പമംഗലത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, പറവൂർ കൊണ്ട് മത്സരിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്ന നേതൃത്വം ഇതുപോലൊരു ജനകീയനായ MLA മാറ്റുമ്പോൾ എന്തുകൊണ്ട് മാറ്റുന്നു
എന്ന ഒരു വാക്ക് പറയൽ ആണ് ജെന്റിൽമാൻ രാഷ്ട്രീയം. അതുണ്ടായിട്ടില്ല, അതുകൊണ്ടല്ലേ ആ പൊട്ടിത്തെറി? ശ്രീജിത്ത്, തീർച്ചയായും അതൊരു തുറന്നു പറച്ചിലിന്റെ പ്രശ്നം വരുന്നത് അദ്ദേഹവുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരാളെ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് അത് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊരു ചുമതല അത് നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യവും ആരും തന്നെ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് സി മുകുന്ദൻ ഇത്തരത്തിലൊരു പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. ഇതിപ്പോൾ CPIയുടെ മാത്രം പ്രശ്നമല്ല, ജില്ലയിലെ LDFിലെ പ്രധാനപ്പെട്ട കക്ഷിയായ CPIMന്റെ കൂടി പ്രശ്നമായി മാറുകയാണ്. ജില്ലയിൽ നിന്ന് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായ നാട്ടിയൊക്കെ ശക്തമായ ഇടത് CPM CPI ബെൽറ്റുകളുള്ള മേഖലയാണ്. ചെത്തുതൊഴിലാളി യൂണിയൻ അടക്കം കർഷക തൊഴിലാളി യൂണിയൻ അടക്കം വളരെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൽപ്പത്തിക്കാലം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ അവിടെ പാർട്ടിയുള്ള മേഖലകളാണ്. എന്തായാലും ആ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി അത് പരിഹരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പ് UDFിലാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവുക. ഇത്തവണ താരതമ്യേന UDF അത്തരം പൊട്ടിത്തെറികളിലേക്ക് പോകുന്നില്ലെന്ന് മാത്രമല്ല, LDFിൽ കണ്ണൂരൊക്കെ തളിപ്പറമ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. സാധാരണഗതിയിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കുന്നുണ്ട്. നേതൃത്വം ഇടപെടട്ടെ, പരിഹരിക്കട്ടെ. വരുന്ന തെരഞ്ഞെടുപ്പാണ് കുഞ്ഞുങ്ങളെയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.